നമ്മളെ നൈറ്റ് ഇതാട്ടോ. പക്ഷേ നല്ല ഭംഗിയിൽ കണ്ടിരുന്നു. നമ്മളെ നൈറ്റ് വ്യൂ ആണ് കേട്ടോ അത്. ഈ പെണ്ണ് റോട്ടിലേക്ക് എത്തും. അപ്പോൾ പോയി ഇങ്ങോട്ട് കയറിക്കാം. ഇവൾക്ക് വീട്ടിനകത്തിരുന്ന ഒരു അസ്വസ്ഥതയാണ്. അപ്പോൾ കുറച്ച് സമയം, അപ്പോൾ ഇത്രയും ദിവസം എമിക്കുട്ടുണ്ടായ കാരണം ഇവൾക്ക് നല്ല കളിയും ഇതായിരുന്നു കേട്ടോ. ഇടയ്ക്ക് അടിയോ തല്ലൊക്കെ ഉണ്ടാവും, എന്നാലും സമാധാനമായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ വീണ്ടും ഞങ്ങൾ ഒറ്റപ്പെട്ടു. അപ്പോൾ വീണ്ടും പുറത്തിറങ്ങിയിരിക്കാം കേട്ടോ. ബേബി അങ്ങോട്ട് കയറിക്ക്, വണ്ടികളെ ഇവിടെ വന്നിട്ട് കുറേ നേരമേ ഇവിടെ വന്ന് നിൽക്കും കേട്ടോ. പിന്നെ ഇവിടുന്ന് ബോറടിക്കുമ്പോഴേ പിന്നെ അകത്ത് പോകുള്ളൂ. അപ്പോൾ പിന്നെ ഭക്ഷണം കൊടുത്താൽ പിന്നെ കിടക്കാൻ ഉറങ്ങാനും ആയില്ല. ഇപ്പോൾ 9 മണിയായി, 8:45, 8:57 ആയി. ഇവിടെ എല്ലാ വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ ഇങ്ങനെ നിൽക്കും കേട്ടോ. ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ വീട്ടിനകത്ത് തന്നെ. കാരണം ആരും ഇല്ലയെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയാണ്. കാരണം ഇവിടെയുള്ള കുറച്ച് വെളിച്ചവും ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാവുക. വണ്ടികളെ ശല്യം കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ. ഇവിടെ ഈ ഗേറ്റിനോടൊപ്പം അങ്ങനെ നിൽക്കും. നിങ്ങൾ തുള്ളി കളിച്ചോണ്ട് ഒരു മറ്റേ എന്താ കുഞ്ഞിപ്പുഴു ആണ് അല്ലേ. നമ്മളെ നൈറ്റ് വ്യൂ നോക്കൂ കേട്ടോ. ആകാശം എന്തൊരു ഭംഗിയല്ലേ. അങ്ങോട്ട് വട്ടം കറങ്ങി റബ്ബേ റോട്ടിക്ക് വീയുമല്ലോ. അങ്ങോട്ട് കയറിക്കാ, കുറച്ച് ഇങ്ങോട്ട് നിൽക്കലാമിയെ. മറ്റേ ഒരു ചൊല്ലുണ്ടല്ലോ, രാവെളിച്ചത്ത് കോഴിക്കുട്ടികൾ ഇറങ്ങിയ പോലെയാണ്. അതേപോലെയാണ് ഞാനും ഇവളും കോഴിക്കുട്ടികൾ ഇറങ്ങിയ പോലെ ഇറങ്ങിക്കാൻ കേട്ടോ. ഞാൻ ലൈവ് ചെയ്തിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾ ആരും ഉണ്ടായിരുന്നില്ല. കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് ചെയ്തതാണ്. പിന്നെ ടൈമൊന്നും പറഞ്ഞിട്ടൊന്നും അല്ലെങ്കിൽ പ്ലാൻ ചെയ്തതൊന്നും അല്ല കേട്ടോ. ഞാനവിടെ ചെയ്തു. പക്ഷേ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കേൾക്കാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. ആരും കമൻറ്റും അല്ലാതെ വരാത്ത കാരണം ഞാൻ പിന്നെ ഡിലീറ്റ് ചെയ്തു കേട്ടോ. കട്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഞാനൊരു ദിവസം ലൈവ് വരാം ഇൻഷാ അല്ലാഹ്. പുതിയ സഹോദരങ്ങളെയൊക്കെ കിട്ടുമല്ലോ. ലൈവ് ചെയ്താലാണ് അങ്ങനെ പുതിയ സഹോദരങ്ങളൊക്കെ വരിക എന്നൊക്കെ പറയണത് കേട്ടു. അപ്പോൾ എന്നെ ഒരു പെങ്ങളായിട്ട് കാണുക, എല്ലാവരും നല്ല കണ്ണുകൊണ്ട് നോക്കുക. നിങ്ങളൊരു പെങ്ങൾ അല്ലെങ്കിൽ ജ്യേഷ്ഠത്തി അല്ലെങ്കിൽ അനിയത്തി ഒക്കെ ആയിട്ട് കാണാം ഇൻഷാ അല്ലാഹ്. പിന്നെ നാളെ പെരിന്തൽമണ്ണ പോകേണ്ട ആവശ്യമുണ്ട്. ഈദുമോളെന്ന് അവന് വന്ന് കൊണ്ടുപോയി. റോട്ട് പോലെ അപ്പോൾ ഈദുമോളെന്ന് അവന് കൊണ്ടുപോയി. എമ്മിക്കുട്ടനും പോയിട്ടോ. അപ്പോൾ നാളെ പോണത് എന്താ വെച്ചാൽ അവരെ വീട് തറടലല്ല, വാതിൽ കട്ടിൽ വെപ്പ് അല്ലേ, കട്ടിൽ വെപ്പ് അങ്ങനെ എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ വിളിച്ച സ്ഥിതിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ പോകണം ഇൻഷാ അല്ലാഹ്. ഒരു 9 മണിയാകുമ്പോൾ അവിടെ എത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനും ലാമിയും മോനും ആണ് കേട്ടോ പോണത്. ഇങ്ങോട്ട് വാ, പേടിച്ചു പോയി പെട്ടെന്ന് കാണാനാതായ വഴി. വാ അങ്ങോട്ട് ആരെങ്കിലും പിടിച്ചോണ്ടോ. വാ ലാമിയെ. എടി കുറുവാ സംഘം വരും കേട്ടോ. ആകെ ഒരു പേടിയുള്ളൊരു സംഭവമാണ് കുറുവാ സംഘം. അതെന്താന്ന് പോലും ഒക്കെ അറിയില്ല. അപ്പോൾ എന്താ കുറുവാ സംഭവോ? ഇത്രയും നേരമായിട്ട് കുറുവാ സംഭവത്തിനെ കണ്ടില്ല എന്ന്. കുറേ നേരം കാത്തുന്നോ? സംഗമം സംഭവോ? ഇവരോട് പറഞ്ഞു കൊടുക്കും ഇവരോട്.
അപ്പോൾ നാളെ പെരിന്തൽമണ്ണ പോണ വിവരങ്ങളും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ എൻ്റെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ അത് നിങ്ങളും അതിൽ പങ്കാളികളായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. പിന്നെ നമുക്ക് ഒരുപാട് നല്ല സൗഹൃദങ്ങളുണ്ട് ഇതിലെന്നറിയാം. ഒന്നും നേരിട്ട് പരിചയവും അല്ലെങ്കിൽ കണ്ടിട്ടോ ഒന്നും അല്ല. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് വന്ന സബ്സ്ക്രൈബ്സും എൻ്റെ കൂടപ്പിറപ്പങ്ങളും എൻ്റെ സഹോദരങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് ആളുകൾ ഇതിൽ വന്ന് എന്നെ ഇപ്പോൾ നേരിട്ട് പരിചയമുള്ള പോലെയാണ്. സംഭവം ആരെയും ഞാൻ കണ്ടിട്ടോ ഒരു പരിചയം എവിടെയൊന്നും പോലും എനിക്കറിയില്ല. പക്ഷേ കമൻറ്റ് ഇടുന്നവരൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. മാഷാ അല്ലാഹ് എല്ലാവർക്കും ഹൈറും ബർക്കത്തൊക്കെ വരട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.